ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 അറ്റൻഡൻസ്, അതായത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എക്സ് സർവീസ്മെന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് 2024 ചോദിച്ചത്. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവുന്ന നിങ്ങളുടെ ഏരിയയിൽ നിന്ന് ചോദിച്ച ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് 26-ാം തീയതി എക്സാം ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അതായത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഏത് ഏരിയ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഓൾ ഓവർ ഐഡിയ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, അതുകൂടാതെ മാച്ച് ദ ഫോളോവിങ്, അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഓഫ് രീതിയിൽ നമ്മൾ PSC സ്ഥിരം, ഇതിൽ മാത്രമല്ല, ഈ എക്സാം മാത്രമല്ല, PSCയിൽ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ഓഫ് ഫോർമാറ്റുകളുണ്ട് എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന്റെ. അപ്പൊ അത് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും ആഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും ആരുടെ വാക്കുകളാണ് ഇത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ A കൊടുത്തിട്ടുണ്ട്, B, C, D കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആരുടെയാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ D ആണ് അല്ലെ. ഓപ്ഷൻ D ആണ്, മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഇത്. അപ്പൊ ഇവിടെ ഓർത്തു വയ്ക്കണം, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും ആഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. അതായത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം എന്ന്. ഇത് ഭരണഘടന നിർമ്മാണ സഭ, അല്ലെങ്കിൽ അത് അംഗീകാരം നൽകിയ ദിവസം, അല്ലെങ്കിൽ അത് നിയമം വന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ അവിടെ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അപ്പോൾ നോക്കിക്കേ, അത് സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഇവിടെ ഏതായിരിക്കാം ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ C ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നവംബർ 26 അല്ലെ, ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം. ഇവിടെ നമ്മൾ ഈ ഹിസ്റ്ററി ആയാലും എക്കണോമിക്സ് ഒക്കെ ആയാലും പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഡേറ്റുകളാണ് അല്ലെ. വർഷങ്ങള്, അതുകൂടാതെ മാസം, ഡേ, ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡേറ്റ്, മാസവും ദിവസവും ആണ് തന്നിരിക്കുന്നത്, വർഷം കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വർഷം മാത്രം പഠിച്ചാൽ പോരാ, അവിടെ മന്തും ഡേയും കറക്റ്റ് ആയിട്ട് ഓർത്തിരുത്താനാണ് നമുക്ക് ഈ ഒരു ഏരിയ ഓഫ് ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിക്കോളാം, ഇവിടെ ആൻസർ വരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം എന്ന് പറയുന്നത് നവംബർ 26-നാണ്. ഇനി നെക്സ്റ്റ് ഹിസ്റ്ററിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ് വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചു, പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. ഏതാണ് വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 3 അല്ലെ, 1, 3 അവിടെ ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായിട്ട് വരുന്നത്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്നും അല്ലെ, തിരുവിതാംകൂർ ഭരണത്തെ നീച്ച ഭരണം എന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. ഇനി വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ള പ്രസ്താവന നടത്തിയതും ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ളത് 2, 4 പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമിയുടെയാണ് അല്ലെ, ചട്ടമ്പി സ്വാമിയുടെയാണ്. കേരളം ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ് അല്ലെ. അപ്പോൾ ഇവിടെ ഓരോ ആളുകളുടെയും പ്രസ്താവനകൾ എന്തൊക്കെയാണ്, അവരുമായി ബന്ധപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നത്. ഇപ്പൊ ഈ വൈകുണ്ഠസ്വാമി, കേരള റിനൈസൻസിലെ വൈകുണ്ഠസ്വാമി, ശ്രീനാരായണ ഗുരു, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. റിനൈസൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിനൈസൻസ് ലീഡേഴ്സിനെ അവിടെ പഠിക്കാനുണ്ട്. ഇപ്പൊ ചട്ടമ്പി സ്വാമി ആയിക്കോട്ടെ, വൈകുണ്ഠസ്വാമി, ശ്രീനാരായണ ഗുരു, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയാസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ശ്രീനാരായണ ഗുരു തന്നെയാണ്. നോക്കിക്കോളാം, 4ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് കളവൻകോട് അല്ലെ, കളവൻകോട്. ആദ്യം അവസാനം നടത്തിയത് കളവൻകോടാണ്, അത് ഓർത്ത് വെക്കണം. പിന്നെ അരുവിപ്പുറം പ്രതിഷ്ഠയൊക്കെ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ അവിടെ ചോദിക്കാം. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം എന്നാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രതിഷ്ഠ നടത്തിയത് എവിടെയൊക്കെയാണ്, എത്ര പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, ഇനി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ആരൊക്കെയാണ്, ശ്രീനാരായണ ഗുരു സന്ദർശിച്ചത് ആരൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ശ്രീനാരായണ ഗുരുവുമായിട്ട് റിലേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ കൃതികൾ, ഇതെല്ലാം അവിടെ പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് 5ാമത്തെയാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ പറയും അല്ലെ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1-ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി സാമൂഹ്യ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത്.
വില്ലുവണ്ടി യാത്ര നടത്തി. ഇതിൽ ഏതായിരിക്കാം ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ. 1ഉം 3ഉമാണ് അവിടെ ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് അല്ലെ. ഇനി നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ, തൊഴിൽ കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഏത് എന്നാണ് ചോദിക്കുന്നത്. ലണ്ടൻ മിഷണറി സൊസൈറ്റി, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, മുസ്ലിം ഐക്യ സംഘടന. ഏതായിരിക്കാം മിഷണറി സംഘടനകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ശരി. ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, ഇതാണ് കേരള കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി, ക്രിസ്ത്യൻ മിഷണറി സംഘടനകൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പൊ ഇവിടെ മിക്കവാറും കേരള റിനൈസൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഓരോ റിനൈസൻസ് ലീഡേഴ്സ് ഉണ്ട്, അവരുടെ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ 1 വക്കം അബ്ദുൾ ഖാദർ മൗലവി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? കേരള മുസ്ലിം ഐക്യ സംഘടന. ഇനി അയ്യങ്കാളി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അറിയാം സാധുജന പരിപാലന സംഘം. ഇനി വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. എല്ലാവരുടെയും, അതായത് എല്ലാ റിനൈസൻസ് ലീഡേഴ്സിന്റെയും പ്രസ്ഥാനങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. 1940 ജൂൺ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം എന്ത് എന്നാണ് ചോദിക്കുന്നത്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റി, 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു, ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. അപ്പൊ ഇത് സ്ഥിരം ഇതിന് മുന്നേ PSC ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പല PSC ക്വസ്റ്റ്യൻസിനായിട്ട് എക്സാംസിനായിട്ട് ചോദിച്ചേക്കുന്നതാണ്. ഇത് ഇതിന് മുന്നേ ചോദിച്ചു കണ്ടേക്കുന്ന ഇതേ രീതിയിൽ തന്നെ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓർത്ത് വെക്കുക. 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധം എന്ന് പറയുമ്പോൾ ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ലഭ്യമാകുന്ന മേഖല? ദ്വിതീയ മേഖല, തൃതീയ മേഖല, പ്രാഥമിക മേഖല, ഇവയൊന്നുമല്ല. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്, പ്രാഥമിക മേഖല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, 2011-12 സാമ്പത്തിക വളർച്ച പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ ഏതാണ്? 2011-12 ആണ് കേട്ടോ. 11-12 സർവേ പ്രകാരം നമ്മളവിടെ പഠിക്കുമ്പോൾ 11-12 മാത്രമല്ല ബാക്കിയുള്ള ഇയറിലൊക്കെ നമ്മൾ ഏതൊക്കെയാണ് സർവേ നടന്നിട്ടുള്ളത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇയേഴ്സിലെ ഏതൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹിമാചൽ പ്രദേശ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഹിമാചൽ പ്രദേശ്. നെക്സ്റ്റ് നോക്കിക്കോളാം. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ശരിയായ ജോഡി. സ്ഥിരം ചോദിച്ചു കണ്ടേക്കുന്നതാണ് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ. അപ്പൊ ഇവിടെ മാച്ച് ദ ഫോളോവിംഗ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ആൻസർ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ സി. അപ്പൊ ഓർത്ത് വയ്ക്കണം, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ 1 എന്ന് പറയുന്നത് ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഇനി 2 എന്ന് പറയുന്നതാണ് 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായിക വികസനം. ഇനി 3 എന്ന് പറയുന്നത് ഏതാണ്? 3ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത. 4ാമത്തെ സ്വാശ്രയത്വം. ഓപ്ഷൻ എ ആണ് സ്വാശ്രയത്വം. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. UNDP ആണ് തയ്യാറാക്കിയത്. സാംസ്കാരിക വൈവിധ്യം, ആയുർദൈർഘ്യം, അഴിമതി രഹിത ഭരണം. മാനവിക വികസന സൂചിക എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 3ഉമാണ് ഇവിടെ എന്താണ് ശരിയായിട്ട് വരുന്നത് അല്ലെ. ശരിയായ പ്രസ്താവന UNDP ആണ് തയ്യാറാക്കിയത്. ആയുർദൈർഘ്യം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ഏത് എന്നാണ് ചോദിക്കുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, മിന്നു മണിയാണ്. ഓപ്ഷൻ സി, മിന്നു മണി. അപ്പൊ ഓർത്ത് വയ്ക്കുക, കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നു മണി. ഇനി നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓർത്ത് വയ്ക്കുക, വടക്ക് പടിഞ്ഞാറ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അത് ഓപ്ഷൻ സി ആണ്, മഹൽവാരി. റൈറ്റ് വാരി ഉണ്ട്, മഹൽവാരി ഉണ്ട്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, മാൻസബ്ദാരി സിസ്റ്റം. ഇതൊക്കെ നമുക്ക് എന്താണ് ബ്രിട്ടീഷ് കാലത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയതാണ്. അപ്പൊ ഇവിടെ സ്പെസിഫിക് ചെയ്ത് ചോദിച്ചിരിക്കുന്നതാണ് വടക്ക് പടിഞ്ഞാറിന് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഓപ്ഷൻ സി ആണ്, മഹൽവാരി വ്യവസ്ഥയാണ്.
നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിഭവങ്ങളും അത് കൂടുതലായി കൃഷി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കരിമ്പ്, തേയില, ചണം, ഗോതമ്പ്. ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? 15ാമത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. 1 എന്ന് പറയുന്നത് എന്താണ്? അവിടെ സി ആണ് അല്ലെ, കരിമ്പ് ഉത്തർപ്രദേശ്. അതുകൂടാതെ 2 തേയില ആസാം. ഇനി ചണം വരുന്നത് ബംഗാളാണ്, ഗോതമ്പ് വരുന്നത് പഞ്ചാബാണ്. അപ്പൊ ആ ഒരു ഏരിയാസും ഓർക്കണം. ഇതൊരു വളരെ റെയർ ആയിട്ടുള്ള ഒരു റെയർ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം, ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത് എന്നാണ് ചോദിക്കുന്നത്. സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു, പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ശരിയേത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഇനി നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഈ ഭാഷാടിസ്ഥാനമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് കണ്ടേക്കുന്നതാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ, ആ ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ചോദിച്ചിരിക്കുന്ന, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് 18ാമത്തെ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. അവിടെ ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, പോറ്റി ശ്രീരാമുലു, സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ് അല്ലെ, ഓപ്ഷൻ ഡി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി നെക്സ്റ്റ്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്തിനാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? ഏത് രാജ്യത്ത് നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? കാനഡ, അമേരിക്ക, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ. അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്. ഇനി നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിക്കുന്നത്. ഹരിത വിപ്ലവം, ധവള വിപ്ലവം, നീല വിപ്ലവം, ഇതൊന്നുമല്ല. അപ്പൊ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ധവള വിപ്ലവമാണ് ഓപ്പറേഷൻ ഫ്ലഡ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് 21ാമത്തെ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശമല്ലാത്തത് ഏത്? അപ്പൊ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് ആ ഒരു ഏരിയ പഠിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, ഇതൊക്കെ സ്ഥിരം ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇവിടെ മൗലിക അവകാശം അല്ലാത്തത് എന്ന് പറയുമ്പോൾ സമത്വ അവകാശം, സ്വാതന്ത്ര്യാവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശം, സ്വത്തവകാശം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്വത്തവകാശം. സ്വത്തവകാശം മൗലിക അവകാശമല്ല അല്ലെ. ഇനി നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2002 86 6ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏത്? ഇപ്പൊ നമുക്ക് മൗലിക കർത്തവ്യമൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് അല്ലെ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, 6 മുതൽ 14 വരെയുള്ള കുട്ടികളുടെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. പൊതുമുതൽ സംരക്ഷിക്കുക, അക്രമങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക, തുല്യ ജോലിക്ക് തുല്യവേതനം, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 മാത്രം അല്ലെ, 1 മാത്രം. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അപ്പൊ ഇത് നിർബന്ധമാക്കിയേക്കാണ് അല്ലെ, വിദ്യാഭ്യാസം എന്താണ് അവിടെ നിർബന്ധമാക്കിയേക്കുന്നത്. ആയതുകൊണ്ട് തന്നെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. നെക്സ്റ്റ് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? 23 സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഡോക്ടർ BR അംബേദ്കർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെന്റ്, സുപ്രീം കോടതി, രാഷ്ട്രപതി, ഇലക്ഷൻ കമ്മീഷൻ. പാർലമെന്റിനാണ് നിക്ഷിപ്തമായിട്ടുള്ളത്, അത് ഓർത്ത് വയ്ക്കണം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര് എന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടനാ നിർമ്മാണ സഭ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. 25ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇനി നെക്സ്റ്റ്, കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത് എന്ന് പറയുമ്പോൾ അവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, കോട്ടയമാണ് സമുദ്രവുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്. ഇനി ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്, ജോൺ ജോസഫ് മർഫി അല്ലെ. റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ്.
ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? നമുക്കിവിടെ സ്ഥിരം ആ ഒരു ശുദ്ധജല തടാകം അല്ലെങ്കിൽ വന്യജീവി സങ്കേതം, നദികള്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ അവിടെ ദേശീയോദ്യാനം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, കൊല്ലം. ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് അല്ലെ. കൊല്ലത്താണ് ആൻസർ ആയിട്ട് വരുന്നത്, കൊല്ലമാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്, NW3. അപ്പൊ ഇവിടെ ദേശീയ ജലപാതയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ PSC നോക്കുകയാണെങ്കിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ദേശീയ ജലപാതയുമായിട്ട് റിലേറ്റ് ചെയ്ത്. സ്ഥിരം എല്ലാ PSC ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നതാണ്. ഒന്നെങ്കിൽ NW3 എന്ന് പറയുന്നത് ഏത് മുതൽ ഏത് വരെയാണ് എന്നുള്ള, അല്ലെങ്കിൽ NW5 ഏതാണ്, അല്ലെങ്കിൽ എവിടെ മുതൽ എവിടം വരെയാണെന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ള രീതിയിൽ ഓഫ് ക്വസ്റ്റ്യൻസുകളൊക്കെ അവിടെ ചോദിക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം. ദേശീയ ജലപാതയുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നെക്സ്റ്റ്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ജോഗ്രഫിയിൽ ചോദിക്കുന്നതാണ്, ജോഗ്രഫിയുടെ ബേസിക് ആയിട്ടുള്ളതാണ് അല്ലെ. ഏതാണ്? ഉത്തരായന രേഖ അല്ലെ. ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ഏത് എന്നാണ് ചോദിക്കുന്നത്. 39 ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ബി അല്ലെ. സൈലന്റ് വാലിയാണ് സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം. ഇനി അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി അല്ലെ. ഏത് ജില്ലയിൽ ഏത് വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിലായിരിക്കാം അതിരപ്പിള്ളി വെള്ളച്ചാട്ടം? നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ്, ചാലക്കുടി പുഴ. ഇത് സ്ഥിരം ചോദിച്ചു കണ്ടേക്കുന്നത്, ഇതിനു മുന്നേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കണ്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചു കണ്ടേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി. സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ജലവൈദ്യുത പദ്ധതി എന്നുള്ള ആ ഒരു ഏരിയയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ശബരിഗിരി അല്ലെ. ശബരിഗിരിയാണ് രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത്, ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത്? ഓപ്ഷൻ ഡി, ബംഗ്ലാദേശ് ആണ് അല്ലെ. ബംഗ്ലാദേശ് ആണ് ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത്. ഇതും സ്ഥിരം ചോദിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ്, ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏത് എന്നാണ് ചോദിക്കുന്നത്. 35ന്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, എക്കൽ മണ്ണാണ് ഉത്തര മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണിനം. ഇനി നെക്സ്റ്റ്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്നാണ് ചോദിക്കുന്നത്. പശ്ചിമഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഷുവർ ആയിട്ട് ആൻസർ പറയാൻ സാധിക്കും, ആനമുടിയാണ് അല്ലെ. ആനമുടിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 37ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് എന്ന് പറയുന്നത് പാക് കടലിടുക്കാണ് അല്ലെ. ഓപ്ഷൻ എ, പാക് കടലിടുക്കാണ് വരുന്നത്. ഇനി നെക്സ്റ്റ്, ഹിമാലയൻ നദി അല്ലാത്തത് ഏത്? കൃഷ്ണ, യമുന, രവി, അളകനന്ദ. ഏതാണ്? കൃഷ്ണയാണ് അല്ലെ. കൃഷ്ണയാണ് ഹിമാലയൻ നദി അല്ലാത്തത്. ബാക്കി യമുനയും രവിയും അളകനന്ദയും ഒക്കെ എന്താണ്? ഹിമാലയൻ നദിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏത്? കേരള ജോഗ്രഫിയിലെ അടിസ്ഥാനം, കേരളത്തിന്റെ അടിസ്ഥാന വിവരം എന്ന് പറയുന്ന ഏരിയയിൽ, അടിസ്ഥാനം ബേസിക് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്നതാണ്. നമ്മൾ കേരളം പഠിക്കുന്ന പോലെ തന്നെ ഇന്ത്യയുടെ ബേസിക് ഫാക്ടുകൾ അവിടെ പഠിച്ചു പോകണം. അപ്പോൾ ആ ഏരിയയിൽ നോക്കിക്കോളുക, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്, വളപട്ടണം. വളപട്ടണമാണ് ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്. ഇനി നെക്സ്റ്റ്, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലില് എന്നാണ് ചോദിക്കുന്നത്. പുന്നമട കായൽ. ഓപ്ഷൻ എ, പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇനി ജലത്തിലൂടെ പകരുന്ന രോഗം ഏത് എന്നാണ് ചോദിക്കുന്നത്. കോളറ, മലേറിയ, ചിക്കൻ ബോക്സ്, ജലദോഷം. ജലത്തിലൂടെ പകരുന്നത് കോളറയാണ് അല്ലെ. കോളറയാണ് ജലത്തിലൂടെ പകരുന്നത്. ഇനി പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, നൈട്രിക് ആസിഡ്. പിന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ലാക്ടിക് ആസിഡ് ആണ്. ഇനി ഇതിൽ നെക്സ്റ്റ് വരുന്നത് 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ സാംക്രമിക രോഗമല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ക്യാൻസർ ആണ് സാംക്രമിക രോഗമല്ലാത്തത്. നെക്സ്റ്റ്, ECGയുടെ പൂർണ്ണരൂപം. നമുക്ക് സ്ഥിരം ആ ഒരു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പൂർണ്ണരൂപവുമായി ബന്ധപ്പെട്ട്. അതായത് ബയോളജിക്ക് പഠിക്കുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഷോർട്സിന്റെ, അതായത് ഷോർട്ടായിട്ടുള്ള ഇതിന്റെയൊക്കെ
മെയിൻ ആയിട്ടുള്ള പൂർണ്ണരൂപം ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അവിടെ ECGയുടെ പൂർണ്ണരൂപം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെ, ഇലക്ട്രോ കാർഡിയോഗ്രാം. നെക്സ്റ്റ് വരുന്ന 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പോഷക പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതായിരിക്കാം കൂടുതൽ ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ. പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തർസ്രാവി ഗ്രന്ഥിയുമാണ്. ഓപ്ഷൻ സി ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത്, ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? പോപ്പി ചെടി അല്ലെ, പോപ്പി ചെടിയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്. നെക്സ്റ്റ്, പുകവലിയിലൂടെ ഉണ്ടാകുന്ന രോഗം ഏത് എന്നാണ് ചോദിക്കുന്നത്. 48ാമത്തെ ക്വസ്റ്റ്യൻ, പുകവലിയിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? എംഫീസിയ അല്ലെ, എംഫീസീമയാണ് പുകവലിയിലൂടെ ഉണ്ടാകുന്ന രോഗം. നെക്സ്റ്റ് 49ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി, മാച്ച് ദ ഫോളോവിങ്. ഇപ്പോൾ ഹിസ്റ്ററിയിൽ ജോഗ്രഫിയിൽ മാത്രമല്ല എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ മാച്ച് ദ ഫോളോവിങ് ചോദിക്കാം. 49ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1 എന്ന് പറയുന്നത് ജീവകം, എ എന്ന് പറയുന്നത് അവിടെ എന്താണ്? നിശാന്തത അല്ലെ, നിശാന്തത. ഇനി ജീവകം ബി എന്ന് പറയുന്നത് ബെറിബെറി, ജീവകം സി എന്ന് പറയുന്നത് സ്കർവി, ഇനി ജീവകം ഡി എന്ന് പറയുന്നത് റിക്കറ്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളുക. നെക്സ്റ്റ് വരുന്നത് 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, ശ്വേതരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ. നെക്സ്റ്റ് 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ, 12,000 കിലോ അൺലാഡൻ വെയിറ്റ് ഉള്ള റോഡ് റോളർ ഏത് വിഭാഗം വാഹനത്തിൽ വരും എന്നാണ് ചോദിക്കുന്നത്. 50ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മീഡിയം ഗുഡ്സ് വാഹനമാണ്. നെക്സ്റ്റ് 52ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചരക്ക് കയറ്റുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോയ്ക്ക് മുകളിലുള്ള വാഹനങ്ങൾ ഡാഷ് കാറ്റഗറി വാഹനം എന്നുള്ള നിർവചനത്തിൽ വരുന്നു. അതായത് ഓപ്ഷൻ എ ആണ്, N3 എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ്, അപകട സാധ്യത നിറഞ്ഞ ചരക്ക് കയറ്റുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് പുതുക്കി നൽകുന്ന കാലാവധി ഏത് വർഷം വരെയാണെന്നാണ് ചോദിക്കുന്നത്. അതായത് 53ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3 വർഷം അല്ലെ, നൽകുന്ന കാലാവധി 3 വർഷം. ഇനി നെക്സ്റ്റ് 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം. അതായത് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ പുകവലിക്കുക, വാഹനം മോഷ്ടിക്കുക, ഗുഡ്സ് വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുക, മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം, ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, പുതിയ ലേണേഴ്സ് ലൈസൻസ് നൽകുക. ഇനി നെക്സ്റ്റ് 56ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പബ്ലിക് സർവീസ് വാഹനത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്ന വാഹനം ഏത് എന്നാണ് ചോദിക്കുന്നത്. മോട്ടോർ ക്യാബ്, മാക്സി ക്യാബ്, സ്റ്റേജ് ക്യാരേജ്, മുകളിൽ കൊടുത്തവയെല്ലാം. അപ്പോൾ 56ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തവയെല്ലാം. ഇനി നെക്സ്റ്റ് 57ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ പെർമിറ്റ് ആവശ്യമുള്ള വാഹനം ഏത് എന്നാണ് ചോദിക്കുന്നത്. ആംബുലൻസ്, 3000 കിലോയ്ക്ക് മുകളിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഇല്ലാത്ത ഗുഡ്സ് വാഹനങ്ങൾ, കേടുപാടുകൾ പരിഹരിക്കുന്നതിനായി കാലിയായി പോകുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ. അപ്പൊ അവിടെ 57ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ, പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ. ഇനി നെക്സ്റ്റ്, ഇ റിക്ഷയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന്റെ കാലാവധി 3 വർഷം, 2 വർഷം, 1 വർഷം, മുകളിൽ കൊടുത്തവയൊന്നുമല്ല. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 3 വർഷമാണ് വരുന്നത് അല്ലെ, 3 വർഷമാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 59ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗുഡ്സ് വാഹനങ്ങൾക്ക് അസാധാരണമായ സാഹചര്യങ്ങളിൽ ടെബറ്റി പെർമിറ്റ് നൽകാവുന്ന പരമാവധി കാലാവധി ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, 1 വർഷം, 1 വർഷമാണ് കാലാവധിയായിട്ട് വരുന്നത്. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഉചിതമായ ചൈൽഡ് റിസ്ട്രൈൻഡ് സിസ്റ്റത്തിലാണ് ഇരിക്കുന്നതെന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഏത് വയസ്സ് വരെയുള്ള കുട്ടികൾ എന്നാണ് ചോദിക്കുന്നത്. 4 വയസ്സ്, 9 വയസ്സ്, 12 വയസ്സ്, 14 വയസ്സ്. അപ്പൊ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 12 വയസ്സ് വരെയുള്ള കുട്ടികൾ. ഇനി നെക്സ്റ്റ് 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്,
തന്റെ വാഹനം ഇടത്തേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രൈവർ ചെയ്യരുതാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. സ്ലിപ്പ് ലൈനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ വാഹനം ഓടിക്കരുത്. ഇടത്തോട്ടേക്ക് തിരിയുന്നതിനുള്ള ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ പ്രവർത്തിപ്പിക്കണം. ഇടത്തോട്ടേക്ക് തിരിയുന്നതിന് മുന്നായി സൈക്കിൾ യാത്രക്കാർക്ക് വഴി കൊടുക്കേണ്ടതാണ്. നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലാത്ത പെഡസ്ട്രിയൽ ക്രോസിംഗിൽ കാൽനട യാത്രക്കാർക്ക് വഴി കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 61A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്ലിപ്പ് ലൈനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ വാഹനം ഓടിക്കരുത്. ഇനി നെക്സ്റ്റ് 62ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സിഗ്നൽ നൽകുന്നതിന് വേണ്ടി മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ആയ ഉപകരണം വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഡ്രൈവർ കൈകൊണ്ട് കൊടുക്കാണ്ടാത്ത സിഗ്നൽ ഏത് എന്നാണ് ചോദിക്കുന്നത്. വേഗത കുറയ്ക്കുക, വലത്തേക്ക് തിരിയുക, വാഹനം നിർത്തുക, പുറകിൽ വരുന്ന വാഹനത്തിന് വഴിമാറി കൊടുക്കാം എന്ന അറിയിപ്പ് നൽകുക. 62ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ PSC തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. പെഡസ്ട്രിയൽ ക്രോസിംഗിലും അതിനു മുൻപുള്ള ഡാഷ് മീറ്ററിൽ വാഹനം നിർത്തരുത്. അതിനു മുന്നുള്ള 1, 3, 5, 10. 63C ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് 64ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റത്തിനുള്ള പിഴ തുക എന്ന് പറയുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 64ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് A ആണ് അല്ലെ. A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ. വാഹനം ഓടിക്കാൻ മാനസികമായോ ശാരീരികമായോ അനുയോജ്യമല്ലാത്തപ്പോൾ മോട്ടോർ വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റത്തിനുള്ള പിഴ തുക എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ് വരുന്നത്. 1000 രൂപയാണ് അല്ലെ. ഓപ്ഷൻ B ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർട്ടർ മോട്ടോർ ഇന്റേണൽ ക്യാമ്പസ്റ്റൈൻ എഞ്ചിന്റെ ഏത് ഭാഗത്തായാണ് കറക്കുന്നത്? ക്ലച്ച്, ഗിയർ സിസ്റ്റം, ഫ്ലൈ വീൽ, ഡിഫറൻഷ്യൽ യൂണിറ്റ്. ഏതായിരിക്കാം? 66ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്, ഫ്ലൈ വീൽ അല്ലെ. ഫ്ലൈ വീൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഫ്ലൈ വീലിനോട് ഡാഷ് ചേർന്ന് കറങ്ങി തുടങ്ങുന്ന അവസ്ഥയ്ക്കാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ 67ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് B അല്ലെ, ക്ലച്ച് ഡിസ്ക് ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് 68ാമത്തെ. വാഹനം ഓടിക്കുമ്പോൾ മുന്നിൽ കാണുന്ന കാര്യം തലച്ചോറിലെത്തി തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ കാൽ ബ്രേക്കിലെത്താൻ എടുക്കുന്ന സമയത്തെ ഡാഷ് എന്ന് പറയുന്നു. അതായത് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്, റിയാക്ഷൻ ടൈം. റിയാക്ഷൻ ടൈം. ഓപ്ഷൻ B, റിയാക്ഷൻ ടൈം. ഇനി നെക്സ്റ്റ് 69ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റോഡ് യൂസർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നവ ഏത് എന്നാണ് ചോദിക്കുന്നത്. ഡ്രൈവർ, വാഹനത്തിന്റെ യാത്ര ചെയ്യുന്നവർ, കാൽനടക്കാർ, മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. 69ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ഇനി നെക്സ്റ്റ് 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ട്രാഫിക് കൺട്രോൾ സിഗ്നലിലെ ചുവന്ന ലൈറ്റ് മിന്നി പ്രകാശിച്ചാൽ ലൈറ്റിന് അഭിമുഖമായി വരുന്ന വാഹനങ്ങൾ നിർത്താതെ സിഗ്നൽ കടന്നു പോകാം. പച്ച ട്രാഫിക് സിഗ്നൽ പ്രകാശിക്കുന്നത് വരെ കാത്തുകിടക്കണം. നിർത്തി കാൽനട യാത്രക്കാർക്ക് മേജർ റോഡിലെ വാഹനങ്ങൾക്ക് മുൻഗണന നൽകി സിഗ്നൽ കടന്നു പോകാം. വേഗത കുറച്ച് ഇന്റർസെക്ഷനിൽ പ്രവേശിച്ചുള്ള വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്ക് മുൻഗണന കൊടുത്ത് ശ്രദ്ധിച്ചു പോകണം. 70ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ് അല്ലെ. ഓപ്ഷൻ C ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. 71ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സൈറനോ ഫ്ലാഷ് ലൈറ്റുകളോ പ്രവർത്തിച്ചു നൽകുന്ന എമർജൻസി വാഹനത്തിൽ നിന്നും അവയിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടാൽ മറ്റു വാഹനങ്ങൾ പാലിക്കേണ്ട ചുരുങ്ങിയ അകലം എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്, 50 മീറ്റർ. 50 മീറ്റർ ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് 72. ഫോഗ് ലൈറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യം. വേഗത കുറച്ചോടിക്കുക, ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് ഹൈ ബീമിൽ ഇടണം, ഫോഗ് ലാമ്പും പാർക്ക് ലൈറ്റും ഓൺ ചെയ്യണം, ഡിഫ്രോസ്റ്ററും വിൻഡ് സ്ക്രീൻ വൈപ്പറും പ്രവർത്തിപ്പിക്കണം. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരിക. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് ഹൈ ബീമിൽ ഇടണം. ഇനി നെക്സ്റ്റ് 73ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹിൽ ഡ്രൈവിംഗിൽ ചേരുതാത്ത കാര്യം ഏത് എന്നാണ് ചോദിക്കുന്നത്. കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, വളവുകളിൽ ഓവർടേക്ക് ചെയ്യരുത്, വളവുകളിൽ ഹോൺ മുഴക്കണം, ഇറക്കം ഇറങ്ങുമ്പോൾ വാഹനം ന്യൂട്രലിൽ ഓടിക്കുക. 73ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ് അല്ലെ. ഓപ്ഷൻ D ആണ്, ഇറക്കം ഇറങ്ങുമ്പോൾ വാഹനം ന്യൂട്രലിൽ ഓടിക്കുക. ഇനി ഡ്രൈവിംഗിൽ MSM എന്താണ് സൂചിപ്പിക്കുന്നത്? കണ്ണാടി സിഗ്നൽ വിദഗ്ധമായ നടപടി, കണ്ണാടി സ്പീഡ് വിദഗ്ധമായ നടപടി, കണ്ണാടി സ്ഥാനം വിദഗ്ധമായ നടപടി, കണ്ണാടി നിരീക്ഷണം വിദഗ്ധമായ നടപടി. ഏതായിരിക്കാം 74ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ A ആണ് അല്ലെ. 74ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. ഇനി നെക്സ്റ്റ് 75ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ റോഡുകളിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്ര എന്നാണ് ചോദിക്കുന്നത്. 75ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്, 60 km/h. ഇനി നെക്സ്റ്റ് 76ാമത്തെ.
ദേശീയപാതയിൽ മീഡിയൻ ഡിവൈഡറോട് കൂടിയ റോഡിൽ ചരക്ക് വാഹനങ്ങളുടെ വേഗത പരിധി എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. 76ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 80 km/h ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് 77ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന പാതയിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബസ്സുകളുടെ വേഗത പരമാവധി എത്ര എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 50 km/h ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് 78ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മോട്ടോർ വാഹന നിയമത്തിൽ അമിതഭാരം കയറ്റാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നത് ഏത് വകുപ്പിൽ ആണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത് 113. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. അമിതഭാരം 79ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അമിതഭാരത്തിൽ ഉള്ള ഒരു വാഹനം പരിശോധിക്കുന്നതിന് വാഹന പരിശോധന ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടുള്ളത് മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പിലാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 114ാമത്തെ വകുപ്പാണ്. ഇനി നെക്സ്റ്റ് 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കാവൽക്കാരനില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. വാഹനം റോഡിന്റെ ഇടത് സൈഡിൽ നിർത്തിയ ശേഷം ഡ്രൈവറോ വാഹനത്തിൽ നിന്ന് മറ്റ് ആരെങ്കിലും ഇറങ്ങി റെയിൽവേ ട്രാക്കിന്റെ 2 വശങ്ങളിലും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇനി നെക്സ്റ്റ് 81ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാഹനത്തിന്റെ ഉടമസ്ഥൻ തന്റെ വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചതിന് പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന ശിക്ഷ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. 81ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 3 ആണ്. ഓപ്ഷൻ ബി ആണ്. 3 മാസം തടവ്, 5000 രൂപ പിഴ, ഇല്ലെങ്കിൽ ഇവ രണ്ടും. ഇനി നെക്സ്റ്റ് 82ാമത്തെ ക്വസ്റ്റ്യൻ. മോട്ടോർ വാഹന നിയമത്തിൽ സെഷൻ 185 അനുശാസിക്കുന്നത് എന്ത് എന്നാണ് ചോദിക്കുന്നത്. അനുവദിച്ചാൽ കൂടുതൽ വേഗത്തിൽ വാഹനം ഓടിക്കാൻ പാടില്ല, മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല, വാഹനങ്ങളിൽ അമിതഭാരം കയറ്റി ഓടിക്കാൻ പാടില്ല, മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല. 82ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല. നെക്സ്റ്റ് 83ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മോട്ടോർ വാഹന നിയമപ്രകാരം ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു വാഹനം ഓടിച്ച് ആദ്യ തവണ പിടിക്കപ്പെട്ടാൽ കിട്ടാവുന്ന പരമാവധി ശിക്ഷ എന്ത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് 83ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 3 മാസം തടവും, അല്ലെങ്കിൽ 2000 രൂപ പിഴ, അല്ലെങ്കിൽ ഇവ രണ്ടും. ഇനി നെക്സ്റ്റ് 84ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാഹനത്തിൽ അമിതഭാരം കയറ്റി പിടിക്കപ്പെട്ടാൽ ലഭിക്കാവുന്ന ശിക്ഷ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പിഴ ഒടുക്കുകയും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുകയും ചെയ്യാവുന്ന കുറ്റമാണ്. ഇനി നെക്സ്റ്റ് 85ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. മോട്ടോർ വാഹന നിയമത്തിലെ സെഷൻസ് 184ന്റെ പരിധിയിൽ വരാത്തത് ഏതൊക്കെ എന്നാണ് ചോദിക്കുന്നത്. റെഡ് ലൈറ്റ് ജമ്പിംഗ്, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക, സ്റ്റോപ്പ് സൈൻ അവഗണിക്കുക, ഹെൽമെറ്റ് ധരിക്കാതെ ടൂ വീലർ ഓടിക്കുക. 85ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹെൽമെറ്റ് ധരിക്കാതെ ടൂ വീലർ ഓടിക്കുക. ഇനി നെക്സ്റ്റ് 86ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ മോട്ടോർ വാഹന നിയമപ്രകാരം നിയമം സെഷൻസ് 134A പറയുന്ന ഒരു നല്ല സമരിറ്റാന്റെ അവകാശങ്ങൾ എന്തൊക്കെ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒത്തിരി അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 86ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. 1ഉം 4ഉം ആണ് അല്ലെ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് അവിടെ അവകാശങ്ങളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. CMVR-SEC 168(5) പ്രകാരം എല്ലാ ആശുപത്രികളും ഡാഷ് കവാടത്തിലോ അനായാസം കണ്ണിൽ പെടുന്നതോ ആയ ഭാഗത്തോ ഹിന്ദി ഇംഗ്ലീഷ് ബോർഡ് സ്ഥാപിക്കേണ്ടതാണ്. ഏതാണ് ഇതൊരു നല്ല സമരിറ്റാന്റെ അവകാശങ്ങൾ അല്ലെ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് 88ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. വളരെ വലിയൊരു കുറച്ച് പ്രസ്താവനയാണ്. അപകടവുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത് അല്ലെ. അപ്പോൾ ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? സി ആണ് അല്ലെ. ഒരു നല്ല സമരിറ്റാൻ അപകടം പറ്റിയ ആശുപത്രിയിൽ കൊണ്ടുവന്ന ആളുടെ ആശുപത്രി ചെലവുകൾ നൽകേണ്ടതില്ല. ഇനി നെക്സ്റ്റ് 89ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു നല്ല സമരിറ്റാൻ ഒരു അപകടത്തിന്റെ ദൃക്സാക്ഷിയാകാൻ സ്വയം ആഗ്രഹിക്കുന്നു എങ്കിൽ അയാളെ സാക്ഷി വിസ്താരം നടത്തുന്നതിൽ ഉള്ള നടപടിക്രമത്തിന്റെ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. വലിയ ഒരു പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒരു സമരിറ്റാനെ നിർബന്ധമായും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സാക്ഷി വിസ്താരം നൽകാവുന്നതാണ്. ഇനി നെക്സ്റ്റ് 90ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവൽ ഏത് കുറ്റകൃത്യത്തിലാണ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ കഴിയാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക. ഇനി നെക്സ്റ്റ് 91. ഏത് തരം വാഹനങ്ങളിലാണ് ഫാസ്റ്റ് ടാഗ് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. MN അല്ലെ. MN.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. 92ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. CMVR 138 3 പ്രകാരം മോട്ടോർ വാഹനത്തിന് ഏതൊക്കെ സീറ്റിലെ യാത്രക്കാരനാണ് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വാഹനത്തിന്റെ മുൻ സീറ്റിലുള്ളവരും വാഹനത്തിന്റെ പിറകിലെ മുന്നിലേക്ക് അഭിമുഖമായിരിക്കുന്ന സീറ്റിലെ യാത്രക്കാരും. ഇനി നെക്സ്റ്റ് 93ാമത്തെ ആണ്. വാണിംഗ് ട്രയാങ്കിൾ, അതായത് ചുവന്ന തിളങ്ങുന്ന പ്രതലത്തോട് കൂടിയ ത്രികോണം 4 വീലുകളുള്ള GVW 7.5 ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങളിൽ എത്ര എണ്ണം വേണം എന്നാണ് ചോദിക്കുന്നത്. 93ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 2 ആണ് വരുന്നത്. ഇനി GVW 7.5 ടണ്ണിന് മുകളിലുള്ള 4 വീലർ വാഹനങ്ങളിൽ CMVR 138 4 പ്രകാരം എത്ര ചോക്ക് ബ്ലോക്ക് ആവശ്യമാണ് എന്നാണ് ചോദിക്കുന്നത്. 94ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2. ഇനി നെക്സ്റ്റ് 95ാമത്തെ ക്വസ്റ്റ്യൻ 4 വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ട് 2 വീലർ യാത്ര ചെയ്യുമ്പോൾ വേഗത പരിധി എത്ര എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, 40 km/h. ഇനി നെക്സ്റ്റ് 96ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഏത് ട്രാൻസ്പോർട്ട് വാഹനത്തിലാണ് സ്പീഡ് ലിമിറ്റ് ഡിവൈഡ് ഓർ സ്പീഡ് ഗവർണർ നിർബന്ധമായും ഘടിപ്പിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓപ്ഷൻ സി ആണ്, സ്റ്റേജ് കാരേജ് വാഹനങ്ങൾ. ഇനി നെക്സ്റ്റ് 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾക്ക് ഒഴികെയുള്ള ഒരു വാഹനങ്ങൾക്കും താഴെ പറയുന്ന നിറം ഉപയോഗിക്കാൻ പാടില്ല. ഗ്രീൻ, മാഗ്ന ഗ്രേ, ഒലീവ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് അല്ലെ, ഒലീവ് ഗ്രീൻ. ഇനി നെക്സ്റ്റ് 98ാമത്തെ വാഹനങ്ങളിലെ റിയർ അണ്ടർ പ്രൊട്ടക്ട് ഡിവൈസിന് ഉപയോഗിക്കേണ്ട നിറങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. മഞ്ഞയോട് കൂടി വെള്ള സീബ്ര വരങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് 99ാമത്തെ ക്വസ്റ്റ്യൻ. MN തരത്തിൽ വരുന്ന വെടിയുണ്ട ഏൽക്കാത്ത തരം വാഹനങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. അതായത് ഓപ്ഷൻ ബി, ആർമൗർഡ് വാഹനങ്ങൾ അല്ലെ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് 100ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏത് വാഹനത്തിലാണ് സ്പാർക്ക് അറസ്റ്റർ ഘടിപ്പിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ഗുഡ് ഗ്യാരേജ്, അതായത് ഡേഞ്ചറസ് ആൻഡ് ഹർസ്റ്റാർഡ് നേച്ചർ. അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഹിസ്റ്ററി എന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ ജോഗ്രഫിയിൽ ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയാസുകൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ക്വസ്റ്റ്യൻസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ പഠിക്കുക. അപ്പോൾ എല്ലാവരും എക്സാമിന് നന്നായിട്ട് പഠിക്കുക, തയ്യാറെടുക്കുക. താങ്ക് യു.